ഇന്ത്യൻ ഫുട്ബോളിൽ അടുത്തിടെയുണ്ടായ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് വരാനിരിക്കുന്ന ISL സീസൺ ഷെഡ്യൂൾ പ്ലാനിനെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. പുതിയ ടെൻഡർ ലഭിക്കാത്തതിനെ തുടർന്ന് ഉടലെടുത്ത ആശങ്കകൾ പരിഹരിക്കാനായി കഴിഞ്ഞ ദിവസം ക്ലബ്ബ് പ്രതിനിധികളുമായി AIFF ഒരു യോഗം നടത്തിയിരുന്നു. ഈ യോഗത്തിൽ 2026 ജനുവരി മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന സീസണിൽ 150 ദിവസങ്ങൾ കൊണ്ട് 180 മത്സരങ്ങൾ പൂർത്തീകരിക്കുമെന്ന് AIFF പ്രസിഡന്റ് കല്യാൺ ചൗബെ ക്ലബ്ബുകൾക്ക് ഉറപ്പു നൽകിയിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി AIFF ആസൂത്രണം ചെയ്യുന്ന ഷെഡ്യൂൾ പ്ലാൻ തികച്ചും വ്യത്യസ്തമാണ്. ഹോം എവേ മത്സരങ്ങൾ ഒഴിവാക്കിയുള്ള ചുരുങ്ങിയ വേദികളിൽ മാത്രം മത്സരങ്ങൾ നടത്തുന്ന രീതിയാകും ISL സീസണിൽ സ്വീകരിക്കുക. 150 ദിവസങ്ങൾ കൊണ്ട് 180 മത്സരങ്ങൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ ടീമുകൾക്ക് തീർച്ചയായും തിരക്കിട്ട ഷെഡ്യൂളുകളായിരിക്കും നേരിടേണ്ടി വരിക. ഇത് കളിക്കാരുടെ കായികക്ഷമതയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കും. ഈ പ്രതിസന്ധി മറികടക്കാനും കളിക്കാർക്ക് ആശ്വാസം നൽകാനും വേണ്ടിയാണ് ഹോം എവേ മത്സരങ്ങൾ ഒഴിവാക്കി പുതിയ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് AIFFന്റെ പുതിയ പദ്ധതിയുടെ പ്രത്യേകതകളെന്ന് നമുക്ക് പരിശോധിക്കാം. 1. ചുരുങ്ങിയ വേദികൾ. 3-4 വേദികൾ മാത്രം തിരഞ്ഞെടുത്ത് ടീമുകളെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് മത്സരങ്ങൾ നടത്തും. 2. യാത്രാക്ഷീണം ഒഴിവാക്കൽ. എല്ലാ ടീമുകൾക്കും തുടർച്ചയായ യാത്രകൾ ഒഴിവാക്കാനും അതുവഴി തിരക്കിട്ട ഷെഡ്യൂളുകളിൽ അല്പം ആശ്വാസം ലഭിക്കാനും ഇത് സഹായിക്കും. 3. തുടർച്ചയായ മത്സരങ്ങൾ. ഓരോ വേദിയിലും ടീമുകൾ നിശ്ചിത മത്സരങ്ങൾ കളിച്ച ശേഷം അടുത്ത റൗണ്ട് മത്സരങ്ങൾക്കായി മറ്റൊരു വേദിയിലേക്ക് മാറുന്ന രീതിയിലായിരിക്കും ഫിക്സ്ചറുകൾ ക്രമീകരിക്കുക. സമയപരിധി കൃത്യമായി പാലിക്കാൻ വേണ്ടി ഒന്നിലധികം സിറ്റികളിലായി ദിവസം 3 മുതൽ 4 മത്സരങ്ങൾ വരെ നടത്താൻ കഴിയുമെന്നും കല്യാൺ ചൗബെ ക്ലബ്ബുകൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. AIFFന്റെ ഈ ഒരു ഷെഡ്യൂൾ നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. 1. കളിക്കാരുടെ മാനസികാരോഗ്യം. തുടർച്ചയായ മത്സരങ്ങളും ഹോം അന്തരീക്ഷത്തിൻ്റെ അഭാവവും കളിക്കാരുടെ മാനസികാരോഗ്യത്തെയും പ്രകടനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. 2. ആരാധകരുടെ നഷ്ടം. ഹോം മത്സരങ്ങൾ ഒഴിവാക്കുന്നത് അതത് ടീമുകളുടെ ആരാധകരെ നിരാശരാക്കും. സ്വന്തം സ്റ്റേഡിയത്തിൽ ടീമിനെ പിന്തുണയ്ക്കാൻ അവർക്ക് അവസരം ലഭിക്കില്ല. സാമ്പത്തിക വശം. ടിക്കറ്റ് വരുമാനവും മറ്റു ഹോം ഗ്രൗണ്ട് സ്പോൺസർഷിപ്പുകളും നഷ്ടപ്പെടുന്നത് ക്ലബ്ബുകളുടെ സാമ്പത്തിക ഘടനയെ എങ്ങനെ ബാധിക്കുമെന്നതും ISLന് മുന്നിലുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ്.